രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തി ഹോർമുസ് കടലിടുക്ക് തുറന്നാലും ഇന്ധന പ്രതിസന്ധി നീങ്ങുന്നില്ല. യുദ്ധകാലത്ത് മിഡിൽ ഈസ്റ്റിലാകെ തകർന്ന റിഫൈനറി സംവിധാനങ്ങൾ നേരെയാക്കി എണ്ണ ഗ്യാസ് നീക്കം സാധാരണ നിലയിലാകാൻ വലിയ കാലതാമസമുണ്ടാവും. വിമാന ഇന്ധന പ്രതിസന്ധി മാസങ്ങളോളം തുടരുമെന്ന് അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടനയായ അയാട്ട. എയർ ഇന്ത്യയുടെയും മറ്റും നിരക്ക് വർധന പ്രാബല്യത്തിൽ. വെടിനിർത്തൽ വാർത്ത കേട്ട് കുതിച്ചുയർന്നു വിപണി. ആഴ്ചകളായി നിരാശയിൽ ആണ്ടുകിടന്ന ഓഹരി വിപണിയിൽ ഇന്ന് കണ്ടത് സമാശ്വാസത്തിന്റെ ഉണർവ്. സെൻസെക്സ് ഉയർന്നു പൊങ്ങിയത് 3000 പോയിന്റ് അഥവാ 4%. ഇത് ഘടനാപരമായ മാറ്റത്തിന്റെ അടയാളമല്ലെന്നും ജാഗ്രത വേണമെന്നും വിദഗ്ധർ. വിലക്കയറ്റം ഇനിയും ഉയരാമെന്ന സൂചനയുമായി റിസർവ് ബാങ്ക് പണനയ അവലോകന സമിതി. റീപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല, 5.5% തന്നെ. നടപ്പു വർഷം GDP വളർച്ച 6.9% എന്ന് പ്രവചനം. മിഡിൽ ഈസ്റ്റ് കലക്കിയ യുദ്ധാന്തരീക്ഷത്തിൽ താറുമാറായി പ്രവാസി പണവരവ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം, UP, ബീഹാർ. പ്രാദേശിക സമ്പദ്സ്ഥിതിയെ ബാധിക്കാമെന്നും മുന്നറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവധിയും ആവേശവുമായി കേരളം. നാളെ വോട്ടെടുപ്പ്. ബാങ്കുകളടക്കം പൊതുസ്ഥാപനങ്ങൾക്ക് അവധി. അതേസമയം ഓഹരി വിപണിക്ക് പതിവ് പ്രവൃത്തി ദിനം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.